ഹലോ, ഇന്ന് ഞങ്ങൾ പോയിട്ടുള്ളത് കൊല്ലത്തിന്റെ സ്വന്തം പുതിയകാവ് ക്ഷേത്രത്തിലോട്ടാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. എല്ലാ വെള്ളിയാഴ്ച ഇവിടെ പൂജ കഴിഞ്ഞ് ഇവിടെ അന്നദാനവും ഉണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് പുതിയകാവ് അമ്പലത്തിലോട്ട് തൊഴാൻ പോകുന്നത്. ഒരു നല്ലൊരു അനുഭവം തന്നെയാണ്. അവിടെ ഒരുപാട് നേർച്ചകളും ഈ ഒരു അമ്പലത്തിലുണ്ട്. നാരങ്ങമാല, നെയ്വിളക്ക്, പിന്നെ കുറച്ച് ആൾക്കാർ പൊങ്കാല അർപ്പിക്കുന്നതും കണ്ടായിരുന്നു. അത് വെള്ളിയാഴ്ച മാത്രമാണോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ എടുത്തത് നെയ്വിളക്കാണ്. 3 നെയ്വിളക്കാണ് എടുത്തത്. ഒരുപാട് നേർച്ചകളുണ്ട് കേട്ടോ പുതിയകാവ് അമ്പലത്തിൽ. പൂജ എടുക്കാൻ വന്നവരാണ്. അതുപോലെ ഞാൻ ആദ്യമായിട്ട് തുളസിത്തറ നേരിട്ട് കാണുന്നത്. അതൊന്ന് വീഡിയോയും കൂടെ എടുത്തു. അപ്പൊ അമ്മ ഇവിടെ നിന്ന് തൊഴുന്നുണ്ട് കേട്ടോ. എന്താ പറയാ, ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഈ ഒരു അമ്പലം. വരാൻ പറ്റുന്നവരെല്ലാം ഒന്ന് വരിക. വെള്ളിയാഴ്ചകളിലാണ് ഇവിടെ പൂജയും അത് കഴിഞ്ഞിട്ട് അന്നദാനം ഉള്ളത്. നല്ല ഭംഗിയാണ് അമ്പലത്തിന്റെ അകം കാണാൻ. അതുപോലെ ഭഗവാന്റെ ഫോട്ടോ എല്ലാം വാങ്ങാൻ പറ്റുന്ന രീതിയിൽ അകത്ത് തന്നെ സൗകര്യമുണ്ട്. അന്നദാനം കഴിക്കാൻ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നേ. അമ്പലത്തിന്റെ അകത്ത് തന്നെ ചെറിയ തോതിൽ ഒരു പൂന്തോട്ടവും കാണാം. മുഹറത്തിന്റെ അവധി വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എന്നെ പോലെ പഠിക്കുന്ന പിള്ളേരെ എല്ലാം അമ്പലത്തിൽ നിന്ന് കാണാൻ പറ്റി. അതുകൊണ്ടായിരിക്കും ഇന്ന് വെള്ളിയാഴ്ച കൂടുതൽ തിരക്ക്. അല്ലെങ്കിൽ ഇവിടെ തിരക്കുണ്ട് നല്ലോണം. ഈ ഒരു ക്ഷേത്രത്തിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പിന്നെ അന്നദാനം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. ഫോൺ പോലും പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അന്നദാനമൊക്കെ കഴിച്ച് നേരെ നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ടാണ് പോയത്. തിരക്കുണ്ടായിട്ടാണ് തോന്നുന്നു. കറിയൊക്കെ ഏകദേശം ഉടുപ്പിലൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. വെള്ളമായിട്ട് നല്ലപോലെ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോൾ അതാ KSRTC അങ്ങ് വരുന്നു. KSRTC സ്ത്രീകൾക്ക് ഫ്രീ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ആ ബസ് മൊത്തം സ്ത്രീകളായിരുന്നു. ഒരു സീറ്റ് പോലും കിട്ടിയില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു ബസ്സിൽ. അങ്ങനെ നേരെ മൈലക്കാട് ഇറങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള അല്ലറ ചില്ലറ സാധനമൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.